ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി പ്രവേശിച്ചു. ജോലിക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരേയൊരു കാര്യമേ ഉള്ളൂ: ഞായറാഴ്ചകളിൽ എനിക്ക് അവധി വേണം. വിശ്വാസത്തിന്റെ പേരിൽ തന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം മറ്റ് ചെറിയ ജോലികളൊക്കെ ചെയ്ത് മുൻപോട്ട് പോയി. തന്റെ ഭക്തി മുറുകെ പിടിച്ചതുകൊണ്ട് തനിക്കുണ്ടായിരുന്ന മാന്യമായ ജോലി നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ആ കമ്പനിയിലെ മാനേജർ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം മറ്റൊരു സ്ഥാപനം ആരംഭിക്കുകയാണ്. ആ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിനാരായിരിക്കണം മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ തൻ്റെ ഉള്ളിലേക്ക് വന്ന ചിന്ത, അന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പിരിച്ചുവിട്ട ആ മനുഷ്യൻ, അവനാണ് വിശ്വസ്തൻ, ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്നവൻ എന്നും മനുഷ്യനോടും വിശ്വസ്തത കാണിക്കും. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഈ മനുഷ്യനെ തിരികെ വിളിച്ച് തൻ്റെ കമ്പനിയുടെ ഉയർന്ന പോസ്റ്റിലേക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത് അപ്പോയിന്റ് ചെയ്തു. അതേ ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ചിലതൊക്കെ വിട്ടുകളഞ്ഞാൽ, ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതൊരു പെർമനന്റ് നഷ്ടമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. അതിനെ മടക്കിത്തരാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നിശ്ചയമായിട്ടും നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്താൽ അതിനുള്ള പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഇറങ്ങിയതിന്റെ പേരിലാണെങ്കിൽ കർത്താവ് അത് നന്മയ്ക്കാക്കി തീർക്കും. അധൈര്യപ്പെടുകയും പിന്മാറിപ്പോവുകയും ചെയ്യേണ്ട. കാരണം കർത്താവാണ് നിങ്ങളെ വിളിച്ചത്. അപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ യാത്രകൾ ബുദ്ധിമുട്ടേറിയതാകുമ്പോൾ പിന്തിരിഞ്ഞു പോകണ്ട, മുൻപിലേക്ക് തന്നെ യാത്ര ചെയ്യണം. വിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ അവസരം കിട്ടാഞ്ഞത് കൊണ്ട് ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിന്റെ ഓട്ടം മാറ്റിവെച്ച ആളാണ് എറിക് ലിഡേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം ഓടേണ്ടിയിരുന്ന ഒരു ഞായറാഴ്ചയാണ്. 1924 പാരീസ് ഒളിമ്പിക്സിൽ ഞായറാഴ്ച രാവിലെ ഓടാൻ വേണ്ടി സ്കെഡ്യൂൾ വന്നപ്പം എറിക് ലിഡേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞായറാഴ്ച എനിക്ക് ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം, ഓടാൻ ഞാനില്ല. പക്ഷെ ദൈവം അത് നീതിയായി കണക്കിട്ടു. ചില ദിവസങ്ങൾ കഴിയുമ്പം 200 മീറ്റർ മത്സരത്തിൽ അദ്ദേഹം ഓടി. അദ്ദേഹം ആ വർഷത്തെ ഒളിമ്പ്യനായി മാറുകയാണ്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും എന്ന ഒരു വാക്തത്വം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തെ മാനിച്ചോ? അതേതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുത്ത്, എന്തുമായിക്കോട്ടെ, ദൈവത്തെ നിങ്ങൾ മാനിക്കുമ്പോൾ, ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ മാനിക്കും. കർത്താവിനെ ഉയർത്തുമ്പോൾ ദൈവം നിങ്ങളെയും ഉയർത്തും. അതുകൊണ്ട് കർത്താവ് സ്വാർത്ഥതയില്ലാത്ത ആളാണ്. കർത്താവിനെ മാനിക്കാനും ഉയർത്താനും ആര് തീരുമാനിച്ചാലും അവരെ അളവില്ലാതെ അനുഗ്രഹിക്കാനും ഉയർത്താനും കർത്താവിന് കഴിയും. അതുകൊണ്ട് തന്നെ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും എന്ന വാക്തത്വം മുറുകെ പിടിക്കണം. കർത്താവ് നിങ്ങളുടെ കരം പിടിക്കും. അധൈര്യപ്പെടേണ്ട, മുൻപിലേക്ക് പോകാം. ഗോഡ് ഈസ് വിത്ത് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-022-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.